ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവർക്കും ഇത് ലൈഫിൽ ആവശ്യമാണ്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒത്തിരി ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ നമ്മളെ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ നമ്മളെ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു 8 സൈക്കോളജിക്കൽ ട്രിക്സ് പറയാം. ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ പേര് ചോദിച്ചിട്ടുണ്ടാവും, അല്ലേ? ആ പേര് നമുക്ക് കൃത്യമായിട്ട് കിട്ടണം. ആ പേര് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ക്ലാരിറ്റിയോട് കൂടിയിട്ട് ചോദിക്കുക. ആ പേര് ഇന്നതാണെന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ആ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആ പേര് എടുത്തു പറയുക. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരാളോടുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, ആദിഷ് എവിടെയാണെന്നാണ് പറഞ്ഞ്, ആദിഷ് എവിടെ പഠിച്ചത്, അങ്ങനെ നമ്മൾ ചോദിക്കുമല്ലോ ഓരോരോ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓരോ തവണ ഓരോ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോഴും ആ പേര് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് പറയുന്നത് വളരെയധികം അവരിൽ അത്രത്തോളം ഫോക്കസ്ഡ് ആണ് എന്നുള്ളതും അവരുടെ ഹൃദയത്തിലോട്ട് നമുക്ക് കയറാനുള്ള ഒരു സ്പേസും അവിടെ കിട്ടുമെന്നുള്ളതാണ്. അതിപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ്, കുറച്ചും കൂടി ബഹുമാനത്തിലൊക്കെ നമുക്ക് അവരെ പേര് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും പൊസിഷനിലുള്ള ആളുകളാണെങ്കിൽ സർ, മാം എന്ന് വിളിക്കാം. ഇപ്പോൾ ആദിഷ് സർ എന്ന് വിളിക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു ലേഡി ആണെങ്കിൽ മാം എന്ന പേരിൻ്റെ കൂടെ കൂട്ടി വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മിസ്റ്റർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മിസ്സിസ്, മിസ് എന്നൊക്കെ കൂട്ടി നമുക്ക് വിളിക്കാവുന്നതാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആരാണോ അതിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ വിളിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, പേര് ടോക്കിൽ കണ്ടിന്യൂസ്ലി കയറി വരിക എന്നുള്ളതാണ്. അത് നമ്മൾ കോൺഷ്യസ്ലി കൊണ്ടുവരിക എന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. അത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിലൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരു 5-6 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരാളുടെ ഇഷ്ടം നമുക്ക് കൂടുതലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ പബ്ലിക്കായിട്ട് മറ്റുള്ള വ്യക്തികളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യുക. അത് വേണമെന്ന് കരുതി ചെയ്യുന്നത് പോലെ തോന്നരുത്. ആ സിറ്റുവേഷനിൽ മാച്ച് ആവുന്ന രീതിയിൽ എന്തെങ്കിലും നല്ല കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഗുഡ് ഫീലായിരിക്കും ആ നിങ്ങൾ കൊടുക്കുന്ന കോംപ്ലിമെൻറ്റിൽ നിന്ന് കിട്ടുക. കാരണം മറ്റുള്ള വ്യക്തികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരാളെന്നെ അംഗീകരിക്കുക, അല്ലെങ്കിൽ എനിക്കൊരു കോംപ്ലിമെൻറ്റ് തരിക എന്ന് പറയുന്നത് അത്രയും പ്രൗഡായിട്ടുള്ള മറ്റൊരു കാര്യമില്ല. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ഒറ്റയ്ക്ക് പറയുന്നതും മറ്റുള്ള ഗ്രൂപ്പുകൾക്കിടയിൽ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ മുമ്പിൽ പറയുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ സിറ്റുവേഷന് മാച്ച് ആകുന്ന രീതിയിൽ ഒരു കോംപ്ലിമെന്റ് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഹൃദയത്തിലോട്ട് നമുക്കൊരു എൻട്രി ആയി എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുമായിട്ടൊരു ആത്മബന്ധമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പലപ്പോഴും ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഒത്തിരി പണം ഉണ്ടെങ്കിൽ കിട്ടുന്നതാണ്. കാരണം വി ക്യാൻ ഏൺ റെസ്പെക്ട് ത്രൂ മണി എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ട്രസ്റ്റ് അങ്ങനെയല്ല. ട്രസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ആത്മബന്ധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തിയുമായിട്ട്. അപ്പം അതിന് ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒരിക്കലും കള്ളം പറയാതിരിക്കുക എന്നുള്ളതാണ്. അവരുമായിട്ട് ഇടപഴകുന്ന സമയത്തായിക്കോട്ടെ എപ്പോഴും സത്യസന്ധനായിട്ടുള്ള ഒരാളാവുക. കള്ളം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റിയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള ആളുകളെ മറ്റുള്ള ആളുകൾ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയും ഒത്തിരി പോയിന്റ്സ് ഉണ്ട്. അത് പറയുന്നതിന് തൊട്ട് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബീയിങ് ഇൻ എ ഗുഡ് മൂഡ് എന്നുള്ള പോയിന്റാണ്. അഥവാ നമ്മളെപ്പോഴും നല്ല മൂഡിലിരിക്കുക. ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, ആളുകളുമായിട്ട് ഇടപഴകുന്ന സമയത്തായിക്കോട്ടെ, എപ്പോഴും ഇങ്ങനെ സാഡ് മൂഡിലിരിക്കുക, ഡെസ്പായിട്ടിരിക്കുക, അങ്ങനെയുള്ള ആളുകൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഒന്ന് മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുനിന്ന് കുറച്ചെങ്കിലും ഒരു
എനർജി ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് സ്വയം ഒരു റിലാക്സേഷൻ ഫീൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം നമ്മൾ നന്നായിട്ടൊന്ന് ലിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവർക്കൊരു ഗുഡ് ഫീല് നമ്മളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അല്ലേ? അവർ നമ്മളോട് കൂട്ടുകൂടാനും കമ്പനി ആവാനും ഒക്കെ കൂടുതൽ താല്പര്യം കാണിക്കും. ശരിയല്ലേ? അപ്പോൾ എനർജറ്റിക് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പറ്റുമെങ്കിൽ ഡെയിലി വർക്കൗട്ട് ചെയ്യുക. അപ്പം നമ്മളെപ്പോഴും ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ മെൻ്റലി ഇമോഷണലി ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ തോട്ട് പ്രോസസ്സ് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ഉള്ള ആളുകളായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് എതിരായിരിക്കാം, തോട്ട്സ് നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. പക്ഷെ നമുക്ക് ഈ മൈൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട് നമ്മുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള. അപ്പോൾ അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തിങ്ക് ചെയ്യാനും അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകളെ അടുത്തിരിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ ആയിരിക്കും, പോസിറ്റീവ് ഫീലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 31 ദിവസത്തെ ഒരു പ്രോഗ്രാം ഉണ്ട്, തോട്ട് മാസ്റ്ററി എന്നാണ്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പോസിറ്റീവ് വൈബ്രേഷനുള്ള പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. അപ്പോൾ നമ്മൾ ആരുമായിട്ട് മിങ്കിൾ ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ നമ്മളിരുത്തുന്ന ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ മാത്രമായിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ അതാവശ്യമുള്ള ആളുകൾക്ക് തോട്ട് മാസ്റ്ററി കോഴ്സിനെ കുറിച്ച് മുകളിൽ കാണുന്ന നമ്പറിൽ എൻക്വയറി ചെയ്യാവുന്നതാണ്. അതിലോട്ട് പോവാം. ഇനിയിപ്പോൾ കോഴ്സ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ പോസിറ്റീവ് തോട്ട്സ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതാണ് ഒരു കാര്യം. രണ്ടാമത്തത് ഞാൻ ആദ്യം പറഞ്ഞു, ഫിസിക്കലി ആക്റ്റീവ് ആവുക, എക്സസൈസ് ഒക്കെ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ബീയിങ് ഇൻ എ ഗുഡ് മൂഡ് എന്നുള്ള പോയിന്റാണ് പറഞ്ഞത്. എല്ലാവർക്കും കൃത്യമായിട്ട് ഇത് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഐ കോണ്ടാക്റ്റ് ആണ്. ജസ്റ്റ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കണ്ണിൽ നോക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഒരു പോസിറ്റീവ് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്മൈൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കളിച്ച് ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നണമെന്ന് ആഗ്രഹമുള്ള ആ വ്യക്തിയുടെ കണ്ണിലോട്ട് നോക്കുമ്പോൾ നമ്മൾ സ്മൈൽ ചെയ്തുകൊണ്ടാണ് അത് നോക്കുന്നതെങ്കിൽ അവർക്ക് ഭയങ്കര എനർജി കിട്ടും നിങ്ങളുടെ ആ ഒരു സ്മൈൽ വിത്ത് ഐ കോണ്ടാക്റ്റിൽ നിന്ന്. അപ്പം അങ്ങനെ സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴൊക്കെ മാക്സിമം ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാനൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവാണ്, ആ വ്യക്തികൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നന്നായിട്ട് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. ഒരാൾ പറയുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക. ലിസൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എടുത്ത് ചോദിക്കുന്നത്, നമ്മളവിടെ നല്ല ലിസണറാണ്, അവർ പറയുന്ന കാര്യങ്ങളിൽ താല്പര്യമുണ്ട്, അത് ഡെപ്തായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതൊക്കെ അവരെ ബോധ്യപ്പെടുത്താനും അത് നല്ലതാണ്, ഗുണം ചെയ്യും. അവർക്ക് ഒരു തോന്നലുണ്ടാവും, എൻ്റെ ടോക്കിൽ ഇൻട്രസ്റ്റഡ് ആണ്, ഞാൻ പറയുന്നത് കേൾക്കാൻ സന്നദ്ധനായിട്ടുള്ള ഒരാളാണ്, നല്ല ലിസണറാണ് എന്നുള്ള ഫീലൊക്കെ അവർക്കുണ്ടാവും. മാത്രമല്ല അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് സ്വയം കിട്ടുന്നത് ഒരു റിലാക്സേഷനാണ്. അപ്പോൾ നല്ലൊരു ലിസണർ ഇല്ലാത്തതാണ് പല ആളുകളുടെയും മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് നല്ലൊരു ലിസണർ ആവാൻ കഴിയുകയാണെങ്കിൽ, മറ്റുള്ളവരെ കേൾക്കാൻ സാധിക്കുകയാണെങ്കിൽ, സപ്പോർട്ടീവായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് ടോക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള വ്യക്തികൾ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടും, യാതൊരു സംശയവുമില്ല. നെക്സ്റ്റ് വൺ, ഇതോടൊപ്പം തന്നെ നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കൊരു ഹ്യൂമർ സെൻസ് വേണം. ഇനിയിപ്പോൾ അങ്ങോട്ട് കോമഡി കാര്യങ്ങളൊന്നും പറയാൻ കഴിവില്ല എങ്കിൽ കൂടി വേറെ ആരെങ്കിലുമൊക്കെ കോമഡി പറയുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് പുഞ്ചിരിക്കുക. ചില ആളുകളുണ്ട് എത്ര വലിയ കോമഡി പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ചിരിക്കത്തില്ല എന്നുള്ള രീതിയിൽ മസിൽ പിടിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ റിലാക്സ്ഡ് ആവുക, നമ്മളായിട്ടിരിക്കുക. നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ ഹ്യൂമർ പറയുക. ഈ ഹ്യൂമർ പറയാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ മറ്റുള്ളവർ ഹ്യൂമർ പറയുന്ന സമയത്ത് അതിൽ എൻഗേജ്ഡ് ആയിട്ട് സ്മൈൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്മൈൽ ചെയ്യുക, റിലാക്സ്ഡ് ആവുക, ചില്ലാവുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഥവാ ഹ്യൂമർ സെൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് കോമഡി ഫിലിംസ്, അങ്ങനെ നിങ്ങൾക്ക് കോമഡി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വായിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് വളരെയധികം ഉപകരിക്കും. ഇനി ഇതുപോലെ തന്നെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള നന്ദിയുള്ള ഒരു ഹൃദയമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടും. കാരണം
ആ വ്യക്തിയുടെ ഉള്ളിലുള്ള തോട്ട്സുകളൊക്കെ അങ്ങനെയുള്ള തോട്ട്സിന് എപ്പോഴും വൈബ്രേഷണൽ ഫ്രീക്വൻസി പോസിറ്റീവ് ആയിരിക്കും. അത് കിട്ടും. ഒരാളടുത്ത് നിൽക്കുമ്പോൾ ആ ഒരു എനർജി നമുക്ക് കിട്ടും. അതൊരു ഗുണമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾ നമുക്കൊരു സഹായം ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയോട് ഓപ്പൺ ആയിട്ട് നമ്മൾ താങ്ക് യു എന്ന് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്കും സന്തോഷമാണ്. കാരണം ആ വ്യക്തി ചെയ്തു തന്ന ഒരു സഹായത്തിന് നമ്മളൊരു അപ്രീസിയേഷൻ കൊടുക്കുന്ന മാതിരിയാണ്. അല്ലെങ്കിൽ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളോട് ഒരു പ്രത്യേക പരിഗണനയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് നമുക്കുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത്തരത്തിലുള്ള ആളുകളെ ഇഷ്ടമാണ് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അവർക്ക് നമ്മളിൽ നിന്ന് എപ്പോഴും കിട്ടുന്നത് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആയിരിക്കും, എനർജി ആയിരിക്കും എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുന്നു. സോ ഗ്രേറ്റ്ഫുൾ ഹാർട്ട് ഉണ്ടാകുന്നത് എപ്പോഴും മറ്റുള്ള വ്യക്തികളെ നമ്മളെ ഇഷ്ടപ്പെടാൻ വളരെയധികം സാധ്യതയൊരുക്കുന്നു. സോ അത് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 8ഓളം കാര്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിച്ചു. ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ ലൈഫിലോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ എൻ്റെ സപ്പോർട്ടോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.